കേരളം ആര് ഭരിക്കും? ആരാണ് അടുത്ത മുഖ്യമന്ത്രി? നമ്മുടെ ഉമ്മൻചാണ്ടി സാറിൻ്റെ പൊന്നുമോളായ മറിയ ഉമ്മൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് വെച്ച് തരാം. അതിനു മുമ്പ് ഒരു കാര്യം പറയുകയാണ്. റിപ്പോർട്ടർ ടി വി ഈ അടുത്തിട്ട് ഉറപ്പായിട്ടും എന്നേക്കുമായിട്ട് ഇല്ലാതാവുന്ന എല്ലാ സാധ്യതയുമുണ്ട്. അതായത് നിലവിൽ നമ്മുടെ ഷാഫി പറമ്പിലിനെ അറ്റാക്ക് ചെയ്യുകയാണ് റിപ്പോർട്ടർ ടി വി. എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും അറിയാം, നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസ് വന്നപ്പോൾ ഏറ്റവും കൂടുതൽ ആ വിഷയം ചർച്ച ചെയ്തത് രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡനവീരനാണ്, അങ്ങനെയൊക്കെ പറഞ്ഞത് അരുൺകുമാറിൻ്റെ നേതൃത്വത്തിൽ റിപ്പോർട്ടർ ടി വി ആണ്. എന്നാൽ അതേ റിപ്പോർട്ടർ ടി വി ഇപ്പോൾ നമ്മുടെ ഷാഫി പറമ്പിലിനെ അറ്റാക്ക് ചെയ്യുകയാണ്. നമുക്കെന്തായാലും അതൊന്ന് എന്താണ് നിലവിൽ റിപ്പോർട്ടർ ഷാഫി ആക്രമിക്കുന്നത് അത് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. അതിനുശേഷം മറിയ ഉമ്മൻ എന്താണ് പറയാനുള്ളത് അത് വിശദമായിട്ട് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം, എന്തെങ്കിലും ഒരു കമന്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഓക്കെ, ഷാഫി പറമ്പലിനെ കുറിച്ച് വളരെ മോശമായ ഒരു പരാമർശം ആൻഡ്രൂ അഗസ്റ്റിൻ നടത്തുന്നു. 60 മണ്ഡലങ്ങളിൽ പോയി ഷാഫി പറമ്പിൽ പ്രചരണം നടത്തിയെന്നും ഷാഫിയാണ് അവരുടെ താരപ്രചാരകനെന്നും ഷാഫി ചെന്നിടത്തെല്ലാം ആൾക്കൂട്ടമുണ്ട് എന്നൊക്കെയാണ് കോൺഗ്രസ്സുകാർ പറയുന്നത് എന്ന് പറഞ്ഞായിരുന്നു മുതലാളിയുടെ തുടക്കം. റിപ്പോർട്ടർ മുതലാളിയുടെ വിവരക്കേട് അതേപടി കേൾപ്പിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും ആ വീഡിയോ പോയിട്ട് ആ ശബ്ദരേഖയെങ്കിലും കേൾപ്പിച്ചാൽ അവർ നിയമ നടപടിയുമായി മുമ്പോട്ട് പോകുമെന്നതുകൊണ്ടാണ്. റിപ്പോർട്ടർ ചാനലിനെ കുറിച്ച് വാർത്ത കൊടുക്കുമ്പോൾ അവരുടെ ലോഗോ പോലും ഞങ്ങൾ കാണിക്കാതിരിക്കുന്നതും അഭിപ്രായ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് നിരന്തരം വിലപിക്കുന്നവർ അവരുടെ ലോഗോ ഉപയോഗിച്ചു എന്നുവരെ പറഞ്ഞ് കേസ് കൊടുക്കുന്നത് പതിവാക്കിയവരായതുകൊണ്ടാണ്. ഷാഫി പറമ്പലിനെ വർഗീയവാദിയാക്കി ഷാഫി പറമ്പലിനെ കാണാനെത്തുന്നത് മുസ്ലിം മതസ്ഥരാണ്. ഷാഫി എത്തുന്നിടത്തെല്ലാം മുസ്ലിം മത ധ്രുവീകരണം നടക്കുന്നു, മറുഭാഗത്ത് ഹിന്ദു ധ്രുവീകരണം UDF-നെതിരായി നടക്കും എന്നവർ മറന്നുപോകുന്നു എന്ന വിവാദ പ്രസ്താവനയാണ് റിപ്പോർട്ടർ മുതലാളി ആൻഡ്രൂ അഗസ്റ്റിൻ നടത്തിയത്. ഷാഫി മുസ്ലിമുകളുടെ മാത്രം നേതാവല്ല, ഷാഫി മുസ്ലിം ലീഗിന്റെ നേതാവ് പോലുമല്ല. യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്ന, 3 തവണ MLA ആയിരുന്ന, ഇപ്പോഴും MP ആയിരിക്കുന്ന ഷാഫിക്ക് വോട്ട് ചെയ്യുന്നത് മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ മാത്രമല്ല. കേരളത്തിലെ ഏത് മണ്ഡലത്തിൽ പോയി നിന്നാലും ജയിക്കാൻ സാധ്യതയുള്ള അപൂർവ നേതാക്കളിൽ ഒരാളാണ് ഷാഫി. ഷാഫി തന്റെ വാക്കിലോ പെരുമാറ്റത്തിലോ ഇടപെടലിലോ ഇന്നേ വരെ വർഗീയത പറഞ്ഞതായി ആരും കേട്ടിട്ടില്ല. ഓക്കെ, നാണമുണ്ടോ? അങ്ങനെ തന്നെ ഞാൻ ചോദിക്കാം. നമ്മുടെ ഷാഫി പറമ്പിൽ ഒരൊറ്റ കാര്യം പറയാം റിപ്പോർട്ടറിന്റെ മുതലാളിയോട്. ജനൻ ടി വിയിൽ, അതായത് ജനൻ ടി വി നമ്മുടെ ഷാഫി പറമ്പിലിനെ മോശമാക്കിയിട്ട് ഒരു വാർത്ത കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ താഴെ അടക്കം കമന്റ് വരുന്നത് ഷാഫി പറമ്പിൽ നല്ലവനാണെന്ന്. അതായത് ജനൻ ടി വി കാണുന്നത് RSSകാരാണ്, BJPക്കാരാണ്, സംഘികളാണ്, സംഘപരിവാറാണ്, നമുക്കെല്ലാവർക്കും അറിയും. മാന്യമായ ആരും ആ ഒരു ചാനൽ കാണുന്നില്ല. എന്നാൽ ആ ചാനലിലടക്കം ഷാഫി പറമ്പിൽ നല്ലവനല്ല എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും വാർത്ത കൊടുക്കുമ്പോൾ അതിൻ്റെ താഴെ നല്ലവരായ മനുഷ്യന്മാർ, അങ്ങനെ പറയാം, അതായത് RSSകാരാകട്ടെ ആരുമാകട്ടെ ആ ചാനലിൽ വാർത്ത കാണുന്നവർ പറയുകയാണ്, ജനൻ ടി വി നിങ്ങൾക്ക് തെറ്റി, ഷാഫി പറമ്പിൽ നല്ലവനാണ്, ഷാഫിയുടെ ഭരണമാണ് ഇവിടെ വേണ്ടത് എന്നാണ് അവരടക്കം പറയുന്നത്. ഞാനൊരു കാര്യം പറയുകയാണ്, ഷാഫി പറമ്പിലിനെ അള്ളാഹു എന്നോ അല്ലെങ്കിൽ കൃഷ്ണനെന്നോ ഈ പറയുന്ന യേശു എന്നോ അങ്ങനെ ഒന്നുമില്ല. അദ്ദേഹം ഒരു നല്ലൊരു മനുഷ്യനാണ്. പൊന്നു മനുഷ്യന്മാരെ, ജാതി മത ഭേദമില്ലാതെ ഞാൻ എങ്ങനെയാണെന്നൊരു കാര്യം പറയാം. ഞാൻ പേഴ്സണലി കാണുന്നത് വിൻസെൻ്റ് ഒന്നാണ്, മുഹമ്മദ് ഒന്നാണ്, കൃഷ്ണൻ ഒന്നാണ്. ഇവിടെ എന്തിനാണ് വർഗീയത? ഞാനും നിങ്ങളും 2-3 ദിവസം കഴിഞ്ഞാൽ ഒരു പക്ഷെ മരിച്ചു പോകും. ഈ വീഡിയോ ഷൂട്ട് ചെയ്ത് നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുമോ എന്ന് എനിക്കറിയില്ല. മരിച്ചു പോവില്ലേ? അങ്ങനെയുള്ള 3 ദിവസത്തെ ദുന്യാവല്ലേ, പിന്നെ എന്തിനാണ് വർഗീയത? എന്തിനാണ് ഹിന്ദു മുസൽമാനൊക്കെ ക്രിസ്ത്യാനൊക്കെ നമ്മൾ തമ്മിൽ തല്ലുന്നത്? ബോധമുള്ള ആരെങ്കിലും അങ്ങനെ ചെയ്യുമോ? അപ്പോൾ നമ്മുടെ ഷാഫി പറമ്പിൽ ഒരു വർഗീയവാദി എന്ന് റിപ്പോർട്ടർ മുതലാളി പറയുകയാണ്. നാണമുണ്ടോ? അതായത് നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ എന്തൊക്കെയോ കേസ് കൊണ്ടുവന്ന് കുടുക്കി ഈ പറയുന്ന ഷാഫിയെ വർഗീയത പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും ഒതുക്കാമെന്നാണ് റിപ്പോർട്ടർ വിചാരിച്ചത്. എന്നാൽ മോനെ, റിപ്പോർട്ടറിനോട് ഒരു കാര്യം പറയുകയാണ്, നിങ്ങൾക്ക് ആള് തെറ്റതിപ്പോൾ ഇത് ഷാഫി പറമ്പിലാണ്. എവിടെ നിന്നാലും പിണറായി വിജയനെതിരെ ധർമ്മടുത്ത് മത്സരിച്ചാലും ജയസാധ്യതയുള്ളത് ഷാഫി പറമ്പിലാണ്. എന്തിനു വേണം കേന്ദ്രത്തിലടക്കം. ഇപ്പം നമ്മുടെ ഷാഫി പറമ്പിൽ പാർലമെന്റിൽ പോയി നല്ല തീപ്പൊരി പ്രസംഗം പ്രസംഗിച്ചു കഴിഞ്ഞാൽ പൊന്നു മനുഷ്യന്മാരെ, കേന്ദ്രത്ത് പോലും നമ്മുടെ ഷാഫി പറമ്പിൽ ഫാൻസാണ്. നരേന്ദ്രമോദിക്കെതിരെ മത്സരിച്ചാലും ഒരു പക്ഷേ ജയിക്കാനുള്ള എല്ലാ സാധ്യതയും നമ്മുടെ ഷാഫി പറമ്പിലുണ്ട്. അപ്പോൾ നമ്മുടെ മറിയ ഉമ്മൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, അതിലേക്കൊക്കെ കടക്കാം. അതിനു മുമ്പ് ആരാണ് മുഖ്യമന്ത്രി ആവുക എന്ന് നമ്മളൊരു പൂള് റെഡിയാക്കിയപ്പോൾ അതിൽ വന്ന ഉത്തരമാണ് 85,000 ആൾക്കാർ പങ്കെടുത്തതാണ്. അതിൽ നമ്മൾ കൊടുത്തത് KC വേണുഗോപാലും VD സതീശനും രമേശ് ചെന്നിത്തല. നോക്കൂ നിങ്ങൾ, VD സതീശൻ മുഖ്യമന്ത്രി ആവണമെന്നാണ് കേരളത്തിൽ ഏകദേശം 65-70% വരുന്ന ആൾക്കാർ ആഗ്രഹിക്കുന്നത്. എന്താണ് അതിൻ്റെ കാരണം? അതൊന്ന് പറയുകയാണ് പൊന്നുമനുഷ്യന്മാരെ. ഈ വീഡിയോ കാണുന്ന നിങ്ങളിൽ പലർക്കും ഈ പറയുന്ന VD സതീശനോട് എതിർപ്പുണ്ടാവും. എന്നാലും ഒരു കാര്യം പറയാം,
അതായത് കൂടുതൽ പേർക്ക് എതിർപ്പ് നമ്മുടെ രാഹുലിനെതിരെ കേസ് വന്നപ്പോൾ വി.ഡി. സതീശൻ എന്തുകൊണ്ട് രാഹുലിൻ്റെ കൂടെ നിന്നിട്ടില്ല, അങ്ങനെയാണ് ചിലർക്ക് വി.ഡി. സതീശനോട് എതിർപ്പ്. ഓക്കെ, ഞാൻ ആ വിഷയത്തിലേക്കൊന്നും കടക്കുന്നില്ല. അങ്ങനെ എങ്ങാനും വി.ഡി. സതീശൻ രാഹുലിന് സപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ റിപ്പോർട്ടറിൻ്റെ അരുൺകുമാർ ഒക്കെ വാർത്ത കൊടുക്കും, പീഡന വീരന് ഈ പറയുന്ന വി.ഡി. സതീശൻ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്, കോൺഗ്രസിന് ആരും വോട്ട് ചെയ്യണ്ട എന്ന് അരുൺകുമാർ പറയും. അതൊക്കെ പേടിച്ചിട്ടാണ് നമ്മുടെ വി.ഡി. സതീശന് രാഹുൽ മാങ്കൂട്ടത്തിന് സപ്പോർട്ട് കൊടുക്കാത്തത്. ആ മർമ്മമായ സത്യം നിങ്ങൾ അറിയണം. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കുടുക്കതാണ് കോടതി എന്ന് പറയുന്നു. രാഹുൽ കുറ്റക്കാരനാണ്, അന്നേ നമ്മൾ രാഹുൽ കുറ്റക്കാരനെന്ന് പറയും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ ആരാണ് മുഖ്യമന്ത്രി ആവേണ്ട? നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആരാണ്? രമേശ് ചെന്നിത്തല വേണോ, കെ.സി. വേണുഗോപാൽ വേണോ, വി.ഡി. സതീശൻ വേണോ? ഓരോരുത്തരും കമന്റ് ചെയ്യണം. അപ്പോൾ മറിയ ഉമ്മൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, നമുക്കത് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. ഓക്കെ, ആദ്യമായിട്ടാണ് അപ്പേ ഉള്ളപ്പം ഇവിടെ പുതുപ്പള്ളിയിൽ മാത്രമേ പ്രചരണത്തിൽ ഇറങ്ങിയിട്ട്, ആദ്യമായിട്ടാണ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഉള്ള എല്ലാ 14 ജില്ലകളിലും 71 കോൺസ്റ്റിറ്റ്യുവൻസി പോകാൻ സാധിച്ചു. അവിടെ എല്ലാ സ്ഥലത്തും തന്നെ ഈ ആളുകൾ വളരെ ഹൃദ്യമായ നമുക്ക് സ്വീകരണവും ആളുകളുടെ ആ ഒരു റെസ്പോൺസിൽ നിന്ന് UDFന് വളരെ അനുകൂലമായ ഒരു തരംഗമാണുള്ളത്. ആ തരംഗം വോട്ടായി റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ട്. അത് മെയ് 4 അതിന്റെ റിസൾട്ട് വരികയും ചെയ്യും. ഓക്കെ, മറ്റൊരു നടുക്കുന്ന വാർത്ത വരുന്നുണ്ട്. അതായത് ഈ നമ്മുടെ മറിയ ഉമ്മൻ പറയുന്നത് ഞാൻ വെച്ചു തരാം. മറ്റൊരു ഞെട്ടിക്കുന്ന വാർത്ത വരുന്നുണ്ട്. അതായത് പിണറായി വിജയന്റെ ഫ്ലക്സ് ഗോ ബാക്ക്, അതായത് ബൈ ബൈ പിണറായി വിജയ എന്ന് ഒരു ഫ്ലക്സ് എഴുതിയിട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ പേരിൽ SFIക്കാർ, LDFന്റെ പ്രവർത്തകർ ആ ഫ്ലക്സ് വെച്ച UDF പ്രവർത്തകരെ കുത്താൻ പോകുന്ന നടുക്കുന്ന ഒരു വീഡിയോ വന്നിട്ടുണ്ട്. എന്തിനാണ് പിണറായി വിജയന്റെ ഭരണം അവസാനിക്കുന്നു എന്ന് പറയുന്നു എന്ന് പറഞ്ഞിട്ട് കുത്താൻ പോകുന്ന നടുക്കുന്ന ഞെട്ടിക്കുന്ന വീഡിയോ ക്ലിപ്പ് വന്നിട്ടുണ്ട്. അത് പ്ലേ ചെയ്തുതരാം. അതിനു മുൻപ് നമുക്ക് മറിയ ഉമ്മൻ എന്താണ് പറയുന്നത് മൊത്തത്തിൽ കേട്ട് നോക്കാം. തിരിച്ചുവരവാണ്, വമ്പിച്ച ഒരു തിരിച്ചുവരവാണ് നടക്കാൻ പോകുന്നത്. വ്യക്തമായ ഭൂരിപക്ഷത്തിൽ UDF അധികാരത്തിൽ വരും. മലേഷ്യയാണെങ്കിൽ പോലും ഈ സംസ്ഥാനത്തിന്റെ അറ്റം മുതൽ ഏറ്റവും വരെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്കെല്ലാം പല മണ്ഡലങ്ങളിലും പോയിട്ടുണ്ട്. അപ്പൊ അവിടെ നിന്നുള്ള ആളുകളുടെ പ്രതികരണമാണോ ഈ ഒരു മറുപടി പറയാൻ പ്രേരിപ്പിക്കുന്നത്? ഉറപ്പായിട്ടും ഞാൻ കൂടുതലും ആളുകളുമായിട്ട് ഉള്ള ഡയറക്റ്റ് ഇതിനാണ് ശ്രമിച്ചത്. ഒരുപാട് 1600-ലധികം കടകളും വീടുകളും കയറി നേരിട്ട് ആളുകളെ കണ്ടപ്പോൾ നമുക്ക് ഈ ആളുകളെ നേരിട്ട് കാണുമ്പം അവരുടെ നിന്ന് ഭയങ്കരമായ ഒരു ഫീല് കിട്ടുന്നത്. ആളുകൾ UDF ഭരണത്തിലെത്താൻ ആഗ്രഹിക്കുന്നു എന്നുള്ള ഒരു ഫീലിംഗ് ആണ് നമുക്ക്. ആ ഒരു അപ്പോൾ ഒരു കാര്യം കൂടി പറയുകയാണ്, നമ്മുടെ ഉമ്മൻചാണ്ടി സാറിൻ്റെ ഒരു കുടുംബം സത്യം പറഞ്ഞാൽ ഞെട്ടുകയാണ്. ഇത്രയും നല്ല ഒരു ഫാമിലി കേരളത്തിൽ ഇന്നവരെ ഉണ്ടായോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. അതായത് ആരെങ്കിലും എനിക്ക് സീറ്റ് വേണമെന്ന് പറയുന്നുണ്ട് ആ ഒരു ഫാമിലിയിൽ? അതും ഒരു പൊളിറ്റിക്സ് ഒരു ഫാമിലി അല്ലേ, മുഖ്യമന്ത്രി ഉണ്ടായ ഒരു ഫാമിലി അല്ലേ? അല്ലെങ്കിൽ മറിയ ഉമ്മൻ എനിക്ക് സീറ്റ് വേണം, അല്ലെങ്കിൽ ഈ പറയുന്ന ഇളയ മോളുണ്ടല്ലോ അച്ചുമ്മൻ എനിക്ക് സീറ്റ് വേണമെന്ന് പറയുന്നുണ്ടോ? ഇതേ പറയും നമ്മുടെ ചാണ്ടി ഉമ്മൻ എന്താണ് പറഞ്ഞത്? പുതുപ്പള്ളിയിലടക്കം എനിക്ക് സീറ്റ് വേണമെന്നില്ല കോൺഗ്രസ് നേതൃത്വം ആദ്യം മറിച്ചതാണ്, എനിക്ക് സീറ്റ് വേണ്ടെന്ന്. അത്രയും നല്ലൊരു കുടുംബമാണ് ഇത്. ഉമ്മൻചാണ്ടി വളർത്തുന്ന രീതിയാണ് പൊന്നുമനുഷ്യന്മാരെ. നല്ല രീതിക്ക് നമ്മൾ കുട്ടികളെ വളർത്തി കഴിഞ്ഞാൽ വലുതാവുമ്പോൾ നല്ല കുട്ടികളാവുമെന്ന് പറയുന്നില്ല, അതിൻ്റെ റിസൾട്ടാണിത്. എന്ത് നല്ല മനോഹരമായ ഫാമിലിയാണ്. ഇവരുടെ ഒരു ഇൻ്റർവ്യൂ ഫുള്ളായി കേട്ട് കഴിഞ്ഞാൽ നമുക്കൊരു 50 ലക്ഷം കടമുണ്ടെങ്കിലും നമ്മൾ നല്ല ടെൻഷനിലുണ്ടെങ്കിലും, അതായത് ഒരു ഒറ്റ കാര്യം പറയാം, ഉമ്മൻചാണ്ടി സാറിൻ്റെ മക്കൾ എന്താണ് പറയുന്നത് അത് കേട്ടിരുന്നാൽ തന്നെ നമുക്ക് നമ്മുടെ മൈൻഡ് ഫ്രീ ആവുന്നുണ്ട്. അത്രയും നല്ല നീതിമാനും നിഷ്കളങ്കരമായ ഒരു നല്ലൊരു കുടുംബമാണ് ഉമ്മൻചാണ്ടി സാറിൻ്റെ കുടുംബം. അത് ഇനിയും അങ്ങനെ തന്നെ നിലനിൽക്കട്ടെ, അങ്ങനെയുള്ള കുടുംബം ഇനിയും വരട്ടെ എന്ന് പറഞ്ഞിട്ട് നടുക്കുന്ന ഞെട്ടിക്കുന്ന മറ്റൊരു വാർത്ത. അതായത് പിണറായി വിജയൻ്റെ ഫ്ലക്സ് വെച്ചാൽ കൊല്ലുന്ന SFIക്കാർ. നാണമുണ്ടോ? തോൽവി നിങ്ങൾ സമ്മതിക്കണം SFIക്കാർ. നമുക്ക് എന്തായാലും ആ ഒരു രംഗം കണ്ടു നോക്കാം. എറണാകുളത്ത് ബൈ ബൈ പിണറായി എന്ന ഫ്ലക്സിനെ ചൊല്ലി LDF പ്രവർത്തകർ തമ്മിൽ കയ്യാങ്കളിയുണ്ടായി. കോൺഗ്രസ് ഓഫീസിന് സമീപം സ്ഥാപിച്ച ഫ്ലക്സ് നീക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് CPM പ്രവർത്തകർ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തിയെന്നാണ് UDF പ്രവർത്തകർ ആരോപിക്കുന്നത്. ഫ്ലക്സ് മാറ്റിയില്ലെങ്കിൽ കുത്തുമെന്നും ഭീഷണിപ്പെടുത്തി ചെങ്ങമനാട് പോലീസ് സ്ഥലത്തെത്തിയാണ് പ്രവർത്തകരെ മാറ്റിയത്. ആ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണാം.
ഞാനൊന്നും ചെയ്തില്ല തമ്പി. ഞങ്ങൾ പ്രദേശത്തിരിക്കുന്നേ എന്തൊക്കെയാ നമ്മൾ ഈ കാണുന്നത്? അതായത് എൻ്റെ പൊന്നു സഖാക്കളോട് ഒരു കാര്യം പറയുകയാണ്, നിങ്ങൾ വേണമെങ്കിൽ എഴുതി വെച്ചോളൂ ഒരു ഫ്ലെക്സിൽ, അതായത് തുടർ ഭരണം, മൂന്നാമത്തെ ഭരണം ഉണ്ടാവും, ഗോ 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 ബൈ ബൈ ബി.ഡി. സതീശ, അല്ലെങ്കിൽ ബൈ ബൈ മറ്റേ രമേശ് ചെന്നിത്തല എന്ന് എഴുതി വെച്ചോ. ഇത് ആർക്ക് പ്രശ്നം? ഇതൊക്കെയല്ലേ ഇതിനൊക്കെ കുത്താൻ പോയാൽ എങ്ങനെയാണ് ശരിയാവുന്നത്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ മോശം. പൊന്നു മനുഷ്യന്മാരെ, ഏറ്റവും അവസാനം ഒരു പോയിന്റും കൂടി, ഒരു വിഷയം കൂടി ചർച്ച ചെയ്തിട്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ആരാണ് വി.ഡി. സതീശൻ? ഇതിനെക്കുറിച്ചിട്ട് എന്തായാലും ഒരു കാര്യം, വി.ഡി. സതീശനോട് നിങ്ങൾക്ക് പ്രത്യേകിച്ചിട്ട് ചിലർക്ക് നല്ല എതിർപ്പുണ്ട്. അതിന് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ രാഹുലിനെ മൈൻഡ് ചെയ്യാത്തതാണ്. ഞാനൊരു കാര്യം പറയാം, ആരാണ് വി.ഡി. സതീശൻ? കഴിഞ്ഞ 10 വർഷം കോൺഗ്രസ് ഭരിക്കുന്നില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. അവിടുന്ന് ചത്ത കോൺഗ്രസ് നമുക്ക് പറയാം. അതായത് ഇനി ഒരിക്കലും കേരളത്തിൽ ചിത്രത്തിൽ വരാത്ത കോൺഗ്രസ്, അങ്ങനെ ഉണ്ടായ കോൺഗ്രസ്. അതായത് ചിലർ ആ സമയത്ത് കമന്റിട്ടത് ഇനി BJPയും LDFും തമ്മിലാണ് കേരളത്തിൽ മത്സരം, കോൺഗ്രസ് എന്ന പ്രസ്ഥാനമില്ല, കേരളത്തിലുമില്ല. അങ്ങനെയുള്ള ഒരു സമയത്ത് കേരളത്തിൽ വി.ഡി. സതീശനാണ് കോൺഗ്രസിനെ ഉയർത്തിക്കൊണ്ടുവന്നത്. അത് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണം. അപ്പോൾ വി.ഡി. സതീശൻ ആദ്യം പ്രതിപക്ഷ നേതാവെന്ന പദ്ധതി ഏറ്റെടുക്കുമ്പോൾ എന്താണ് പറഞ്ഞത്? ഇതിൽ, അതായത് ഇനി വരുന്ന ഇലക്ഷനിൽ ഞങ്ങൾ വിജയിച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദി ഞാനാണ്. അഥവാ ഞങ്ങൾ വിജയിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു ക്രെഡിറ്റും വേണ്ട, അത് ടീം ക്രെഡിറ്റ് എന്നാണ്. അങ്ങനെ ആരെങ്കിലും പറയോ? അതായത് ഇപ്പോൾ മറ്റന്നാൾ എന്തായാലും കോൺഗ്രസ് ജയിക്കും, അതിൽ യാതൊരു തർക്കവുമില്ല. അപ്പോൾ ജയിച്ചു കഴിഞ്ഞാൽ അത് വി.ഡി. സതീശൻ്റെ കഴിവോട് കൂടിയല്ല ജയിച്ചത്, എല്ലാവരും ഒരുമിച്ചിരുന്നാണ്. നേരെ മറിച്ച് തോറ്റാൽ അത് ഞാൻ ഒറ്റൊരുത്തൻ കാരണം, വി.ഡി. സതീശൻ ഒറ്റൊരുത്തൻ കാരണം തോറ്റത് എന്ന് പറയുന്നു. പൊന്നു അമ്മമാരോട് ഒരു കാര്യം പറയുകയാണ്, നമ്മുടെ രാഹുലിനെ വി.ഡി. സതീശൻ മൈൻഡ് ചെയ്യാത്തതല്ല അമ്മമാരെ. നമ്മുടെ രാഹുലിനെ മൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാണ് പൊന്നമ്മമാരെ. ആ സമയത്ത് അരുൺകുമാർ വെറുതെ വിടോ? അരുൺകുമാറും എന്ത് കിട്ടുന്നുണ്ട്? നമ്മുടെ രാഹുലിൻ്റെ ചോര കുടിക്കുന്നവനല്ലേ ഡോക്ടർ അരുൺകുമാർ, അവനൊക്കെ വെറുതെ വിടുമെന്നാണ് നിങ്ങൾ വിചാരിച്ചത്? അപ്പോൾ പൊന്നമ്മമാരെ, അടുത്ത വീഡിയോ ഇവിടം വരാം. അപ്പോൾ തൽക്കാലം വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ, ബൈ.